അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാലാട്ടിയാണ് നെതന്യാഹു എന്നത് പരസ്യമായ രഹസ്യമാണ്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് മുന്നോട്ട് വെച്ചത് നെതന്യാഹുവിനെക്കൊണ്ട് ഗസ മുനമ്പ് പിടിച്ചെടുക്കാനുള്ള തീരുമാനമായിരുന്നു. എല്ലാം തലകുലുക്കി സമ്മതിക്കുമ്പോഴും നെതന്യാഹുവിന് അറിയാമെന്ന് തോന്നുന്നു തന്നെക്കൊണ്ട് ഗസ പിടിച്ചെടുപ്പിച്ച് അത് സ്വന്തം ഭൂമിയാക്കി മാറ്റാനുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്ന്. എന്നാൽ ട്രംപിന്റെ ഈ തീരുമാനത്തോട് വിവിധ കോണുകളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് പ്രകടമാകുന്നത്. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, നാറ്റോ സഖ്യവും ഇപ്പോൾ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ രംഗത്ത് വന്നുകഴിഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയതെന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ടുതന്നെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ടു പോകാനാണ് ഈ രാജ്യങ്ങളുടെ തീരുമാനം. ഗസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിർദ്ദേശം ഈജിപ്തും ജോർദാനും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഗസയിലെ 1,00,000-ഓളം പലസ്തീനികളെ വധിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത ഇസ്രയേൽ തകർന്ന തരിപ്പണമായ ഗാസയെ ഇപ്പോൾ അമേരിക്കയെ മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയിറക്കപ്പെടുന്ന അവസ്ഥ ഗസയിലെ ജനതയെ ഏറെ പ്രകോപിതരാക്കും. മരിച്ചു വീണാലും ഗസ വിട്ടു പോകില്ലെന്ന് അവർ ശഠിച്ചാൽ വൻ കൂട്ടക്കുരുതിയാണ് നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. ഇത് മുന്നിൽ കണ്ട് അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ആധുനിക പോർവിമാനങ്ങൾ ഉൾപ്പെടെയാണ് റഷ്യയിൽ നിന്നും ഇറാൻ അടുത്തിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഭൂഗർഭ അറയിലെ മിസൈൽ ശേഖരത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടാണ് ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരോടൊപ്പം ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള ആണവശക്തികൾ ഗസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഒരു ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചുവച്ചപ്പോൾ ആ ക്ഷണം ഓടിവന്ന് സമവായ ചർച്ച നടത്തിയ ആളാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് എതിരായ ചേരി മുൻകാലത്തേക്കാൾ ഇപ്പോൾ ഏറെ ശക്തിപ്പെട്ടു കഴിഞ്ഞു. നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും വരെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരമാണ് ഇപ്പോഴുള്ളത്. ഇത്തരമൊരു സാഹചര്യം ഗസയെ ചൊല്ലി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയെ സാരമായി ബാധിക്കും. യുക്രൈനെ സഹായിച്ച് അമേരിക്കൻ ആയുധക്കലവറ തന്നെ ശൂന്യമായ അവസ്ഥയിലായെന്ന് തുറന്നു പറഞ്ഞതും ഇതേ ഡൊണാൾഡ് ട്രംപാണ്. അതുകൊണ്ടുതന്നെ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് എടുത്തുചാടിയാൽ വിവരമറിയാനാണ് സാധ്യത. ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലും ഹമാസിന്റെ ലക്ഷ്യം ഇല്ലാതാക്കുന്നതിലും ഇസ്രായേലി തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടിനോട് അമേരിക്കയുടെ വംശീയ നിലപാട് യോജിക്കുന്നതായാണ് ഹമാസ് വിലയിരുത്തുന്നത്. അതുകൊണ്ടുതന്നെ മരണം വരെ പോരാടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പലസ്തീൻ ജനതയെ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന എല്ലാ ആഹ്വാനങ്ങളും PLO നിരസിക്കുന്നുവെന്ന് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ഹുസൈനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗസയിലെ പലസ്തീനികൾക്ക് ഇസ്രായേലിലെ അവരുടെ വീടുകൾ തിരിച്ചുപിടിക്കാൻ അനുവദിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ നേതാവ് റിയാദ് മൻസൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലസ്തീൻ ജനതയെ ഒരു നല്ല സ്ഥലത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള അവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് മടങ്ങാൻ അവരെ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ട്രംപിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത്. ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കില്ലെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്. പലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിലപാട് വ്യക്തവും സുവ്യക്തവുമാണെന്നും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതുമാണെന്നുമാണ് സൗദി അറേബ്യൻ ഭരണകൂടം പറയുന്നത്. ട്രംപിന്റെ നിലപാടിനെതിരെ അമേരിക്കൻ സെനറ്റർ ക്രിസ് മർഫിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസയിലെ US അധിനിവേശം ആയിരക്കണക്കിന് US സൈനികരുടെ കൂട്ടക്കൊലയ്ക്കും മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളുടെ യുദ്ധത്തിനും കാരണമാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു അമേരിക്കൻ സെനറ്ററായ ക്രിസ് വാൻ ഹോളൻ പറയുന്നത് ഗാസയിൽ നിന്ന് 20 ദശലക്ഷം പലസ്തീനികളെ പുറത്താക്കി ബലപ്രയോഗത്തിലൂടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം തീർച്ചയായും വംശീയ ഉന്മൂലനം തന്നെയാണെന്നാണ്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇറാനും മറ്റ് എതിരാളികൾക്കും ആയുധം നൽകുമെന്നും മേഖലയിലെ അമേരിക്കയുടെ അറബ് പങ്കാളികളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരവും വീണ്ടുവിചാരവുമില്ലാത്തതുമായ ഈ പദ്ധതിക്കെതിരെ അമേരിക്കൻ കോൺഗ്രസ് നിലകൊള്ളണമെന്നും ക്രിസ് വാൻ ഹോളൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീൻ ജനതയെ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കിയാൽ മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യം
വ്യാപകമായ സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്നതിന് തുല്യമാകുമെന്നും ഇത്തരം പ്രവൃത്തി അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സമാനമായ നിലപാടാണ് അമേരിക്കയിലെ നല്ലൊരു വിഭാഗം സെനറ്റർമാർക്കും ഇടയിലുള്ളത്. ട്രംപിന്റെ പ്രസ്താവനകൾ സ്വീകാര്യമല്ലെന്നാണ് നാറ്റോ സഖ്യകക്ഷി കൂടിയായ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ തുറന്നടിച്ചിരിക്കുന്നത്. പലസ്തീനികളെ സമവാക്യത്തിൽ നിന്ന് പുറത്താക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ജീവിക്കാൻ കഴിയുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ തുടർന്നും പിന്തുണയ്ക്കുമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കിയിരിക്കുന്നത്.